ലോകം ഭീതിയോടെ കാത്തുനിന്ന ആ വാർത്ത ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് മേൽ ഇറാൻ നടത്തിയ അവിശ്വസനീയമായ ആക്രമണത്തിന് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരേ സമയം 6 അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ച് തകർത്തിരിക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകളും ഖാദർ 380 ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ഈ മിന്നൽ ആക്രമണത്തിൽ 3 അമേരിക്കൻ കപ്പലുകൾ കടലിൽ മുങ്ങിയതായാണ് റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രഹരമാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. ഇറാൻ വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ഭാഗമായിട്ടാണ് ഈ വമ്പൻ നീക്കം നടന്നത്. അൽ ഷുവൈഖ് തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന 6 അമേരിക്കൻ ലാൻഡിംഗ് ക്രാഫ്റ്റ് യൂട്ടിലിറ്റി അതായത് LCU കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈലുകൾ വർഷിച്ചത്. ഇതിൽ 3 എണ്ണം മിസൈൽ ഏറ്റ ഉടൻ തന്നെ കപ്പലിൽ മുങ്ങിത്താണു. ബാക്കിയുള്ള കപ്പലുകൾ ഇപ്പോഴും കടലിൽ കത്തിയമരുകയാണെന്നാണ് ഫീൽഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. IRGC പുറത്തുവിട്ട പ്രസ്താവനകളിൽ അമേരിക്കൻ സൈനികരെ വിഷാദ രോഗികളെന്ന് പരിഹസിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷന്റെ വിജയം അവർ ആഘോഷിക്കുന്നത്. കപ്പലുകൾ തകർത്തതുകൊണ്ട് മാത്രം ഇറാൻ നിർത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. ദുബായ് ബീച്ചുകളിൽ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ ഡ്രോൺ യൂണിറ്റുകൾക്ക് നേരെയും സൈനികർ താമസിച്ചിരുന്ന ഹോട്ടലുകൾക്ക് നേരെയും ഇറാൻ ചാവേർ ഡ്രോണുകൾ ഉപയോഗിച്ച് കനത്താക്രമണം നടത്തി. ഈ ഹോട്ടലുകൾക്കും ഒത്തുചേരൽ കേന്ദ്രങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തന്ത്രപരമായ കപ്പലുകൾ തകർത്തതിനു പുറമെ ധാരാളം അമേരിക്കൻ സൈനികർ ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയുമായി നേരിട്ടുള്ള യുദ്ധം ആരംഭിച്ച ശേഷം വാഷിംഗ്ടണിന് ഏൽക്കുന്ന ഏറ്റവും വലിയ ആഘാതമാണ് ഇതെന്ന് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. ഇറാൻ സൈന്യം വെറുതെ ഒരു പ്രത്യാക്രമണം നടത്തുകയല്ല, മറിച്ച് 10 വർഷം നീളുന്ന യുദ്ധത്തിന് തങ്ങൾ സജ്ജമാണെന്ന് അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കൻ സൈനികരുടെ ചങ്കിടിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇറാൻ കമാൻഡർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇതിനു പുറമെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണയുമായി മറ്റ് രാജ്യങ്ങൾ രംഗത്തെത്തിയാൽ അവരെയും വെറുതെ വിടില്ല എന്ന മുന്നറിയിപ്പും ഇറാൻ നൽകുന്നുണ്ട്. ഈ യുദ്ധമുഖത്തേക്ക് യമനിലെ ഹൂതികൾ കൂടി ഔദ്യോഗികമായി പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന വഴിത്തിരിവ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി ചെങ്കടൽ ഉപയോഗിക്കാൻ തുനിഞ്ഞാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹൂതികൾ കൂടി ആയുധമെടുത്താൽ ചെങ്കടൽ വഴിയുള്ള ആഗോള കപ്പൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കും. ഇത് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒന്നൊന്നായി തകർക്കപ്പെടുകയും യുദ്ധക്കപ്പലുകൾ കടലിൽ മുങ്ങുകയും ചെയ്യുന്ന ഈ സാഹചര്യം വരാനിരിക്കുന്നത് ഒരു 3ാം ലോക മഹായുദ്ധമാണോ എന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട്.